ബി.ജെ.പിയിലേക്ക് ചൂടുമാറിയ പത്മജ വേണുഗോപാൽ പല കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ തൃശ്ശൂരിലേക്ക് ഇന്ന് പുറപ്പെടുകയാണ്. ഇനി അറിയേണ്ട കാര്യം പത്മജ വേണുഗോപാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരിതുവരെ മത്സരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റിയുള്ള സംസാരം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. പക്ഷെ ഞാനിപ്പോൾ ഉടനെ ഇതിൽ മാറി ഉടനെ ഒരു മാനസികമായിട്ട് അതിലേക്ക് തയ്യാറെടുത്തിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ കേൾക്കും എന്നല്ലാതെ എന്നോട് അവരാരും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെയൊക്കെ അവസാന ഘട്ടമായി. ഇനി ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം അപ്പോൾ ചാലക്കുടിയൊക്കെ ആൾ വന്നല്ലോ. ചാലക്കുടിയല്ലേ എൻ്റെ പേര് കേട്ടിരുന്നത്. അപ്പോൾ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് കരുതുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റത്തിന് മീഡിയേറ്ററായത് ലോക്നാഥ് ബെഹ്റയാണ് എന്നുള്ള കാര്യത്തിലുള്ള പ്രചാരം തുടക്കം മുതലേ ശക്തമാണ്. ഇന്നലെ അത് വീണ്ടും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, അദ്ദേഹം തെളിവെണ്ണ കൊണ്ടുവരട്ടെ. കാരണം ഞാൻ ഈ ലോക്നാഥ് ബെഹ്റനെ കണ്ടിട്ട് 1.5 കൊല്ലമായി. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ കണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ മുഖ്യാതിഥിയായിട്ട് വന്ന് സംസാരിച്ചിറങ്ങിയപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞ് അടുത്ത് വന്നിരുന്നു. 2 മിനിറ്റ് സംസാരിച്ച് ആൾ പോയി. ഇതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ലോക്നാഥ് ബെഹ്റനെ കണ്ടിട്ടുള്ളത്. പിന്നെ എന്താ ഇങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയില്ല. അല്ല, അവരെവിടെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ കേട്ടോ. അല്ലെങ്കിൽ വിരോധമില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയാം. എന്തായാലും ലോക്നാഥ് ബെഹ്റ അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്, സുരേഷ് ഗോപിയുമായി വളരെ ദീർഘകാലത്തെ വ്യക്തിബന്ധമുണ്ട്. സുരേഷ് ഗോപി ഇതിൽ ഒരു സംസാരത്തിന് ഇടയ്ക്ക് നിന്നിട്ടുണ്ടോ? ഇല്ല. സുരേഷ് ഗോപിനെയോടൊക്കെ സംസാരിച്ച കാലം പറഞ്ഞു. കല്യാണം വിളിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടില്ല. അതായത് ബി.ജെ.പി നേതൃത്വം നേരിട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ആണ്. ഒപ്പം തന്നെ ഇന്നലെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അർഹമായ സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന്. അത് അവർക്ക് പറയാലോ എന്ത് വേണമെങ്കിലും. ഈ പറഞ്ഞ മാതിരി എനിക്കത് ബോധ്യമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ടാണ്. കാരണം ഇവർ തന്നെയാണ് എന്നെ തോൽപ്പിച്ചത്. എന്നെ മാസ്റ്റർമാരും ബി.ജെ.പി ഒന്നുമല്ല തോൽപ്പിച്ചത്. എന്നെ കോൺഗ്രസ്സുകാർ വ്യക്തികളുടെ പേര് ഞാൻ പറയാത്തത് ഞാൻ ഇപ്പോഴും ഉള്ളിൽ എന്താ പറയണ്ട, അവരൊക്കെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ എന്നെ അധികം വെച്ചാൽ ആരാന്ന് വ്യക്തികളെന്ന് എനിക്ക് പേരെടുത്ത് പറയേണ്ടി വരും. അത് ചിലവർക്ക് വേദന ഉണ്ടാക്കും. അത് വേണ്ട. ഞാനല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കുന്ന സ്വഭാവമല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു കാര്യം എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്, ഈ ഫേസ്ബുക്കിൽ ഒന്ന് ചീത്ത വിളിക്കുന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരൊന്നും അല്ല. കാരണം പല കോൺഗ്രസ്സുകാർക്കും എൻ്റെ വിഷമങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. അവരൊക്കെ ആയിട്ട് ഞാൻ പങ്കുവയ്ക്കാറുണ്ട്, നേതാക്കന്മാരായിട്ട് പങ്കുവയ്ക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അവർക്ക് പറയേണ്ട നിവൃത്തിയില്ലല്ലോ. ഞാൻ ആ രീതിയിലേ കാണുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ മത്സരരംഗത്തുള്ളത് സഹോദരൻ കെ മുരളീധരനാണ്. കെ മുരളീധരൻ മത്സരാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെല്ലുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമോ? അവരിതുവരെ പോകണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പാർട്ടി ഇതുവരെ പറയുമ്പോൾ അല്ലേ നമ്മളതിനെ പറ്റി ആലോചിക്കണ്ടു. ഇപ്പോൾ എന്നെ കാസർഗോഡൊക്കെ വിളിച്ചിട്ടുണ്ട്, പത്തനംതിട്ട, തിരുവനന്തപുരം ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇതുവരെ തൃശ്ശൂരിൻ്റെ കാര്യം അവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. കാരണം മുരളിയേട്ടൻ്റെ മനസ്സല്ല എൻ്റെ. ഞാൻ മുരളിയേട്ടൻ DIC പോയപ്പോഴും NCP 3 പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഒരു പാർട്ടിയിലേക്ക് മാറാതെ എന്നെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് പോയപ്പോഴും ഞാൻ കോൺഗ്രസ്സിലായിരുന്നു. ഞാൻ ഒരു ചീത്തയും എൻ്റെ ചേട്ടനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ശരിക്കും തൃശ്ശൂരിലേക്ക് പോകുന്നു. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കൂടി എന്ന് പറയാമല്ലോ. ഇന്ന് അവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ കാണാൻ വരികയൊക്കെ ചെയ്യുമല്ലോ. ഇല്ല, ഇന്ന് ഞാൻ പോണത് ഇവിടെയാണ്, ഗുരുവായൂർക്കാണ്. ഞാൻ എന്തും ഭഗവാന്റെ അടുത്താണ് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഇന്ന് ഗുരുവായൂർ പോയി തൊഴുത് അച്ഛൻ്റെ അവിടെയും തൊഴുതിട്ട് മടങ്ങും. പിന്നെ നാച്ചുറലി കാണാൻ വരും. അത് കോൺഗ്രസ്സുള്ളവർ വരും, കണ്ടോളും, പലരും വരും. മുരളി മന്ദിരത്തിലേക്ക് പോകുന്നുണ്ട് ഇന്ന്. മുരളി മന്ദിരം എനിക്കും കൂടിയുള്ള, എനിക്ക് എൻ്റെ അച്ഛൻ എഴുതി പറഞ്ഞ വീടാണ്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ചേട്ടന് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വേറൊരു വീട്ടിലേക്ക് കയറി വരണമെന്ന് തോന്നരുത്. എന്തായാലും ആ വീട് ഞാൻ വിൽക്കാനൊന്നും പോകണില്ല. എൻ്റെ മരണം വരെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മക്കൈ അപ്പോൾ പകുതി എനിക്കുള്ളതാണ്, പകുതി ചേട്ടനുള്ളതാണ്. ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റത്തിന് ശേഷം ആദ്യമായി പത്മജ വേണുഗോപാൽ മുരളി മന്ദിരത്തിലേക്ക് തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.